അന്ന് ഭരണഭാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് വി ഡി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ടാക്സ് ടെററിസം അഥവാ നികുതി ഭീകരത എന്നായിരുന്നു വിശേഷണം. MLA ഹോസ്റ്റലിൽ നിന്നും നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടിയടക്കം പ്രതിപക്ഷ സമരങ്ങൾ നമ്മൾ കണ്ടു. അന്ന് പ്രതിപക്ഷം മാത്രമല്ല, കേരളം ഒന്നാകെ കെഞ്ചി പറഞ്ഞതാണ്, അല്ലെങ്കിൽ തന്നെ മുടിഞ്ഞു മുണ്ടക്കോലെടുത്ത് നട്ടലൊടിഞ്ഞു നട്ടം തിരിയുന്ന ജനത്തിന് അധിക സെസ് അതിക്രമം ചെയ്യരുത്. അന്നത്തെ ധനമന്ത്രി അത് കേട്ടില്ല. അതടക്കം വിഷയങ്ങളാണ് ട്രഷറി ബെഞ്ചിനെ 35 സീറ്റുകളിലേക്ക് വരിഞ്ഞുകെട്ടി പ്രതിപക്ഷത്തേക്ക് ഇരുത്തിയത്. റോള് മാറി. അന്നത്തെ പ്രതിപക്ഷക്കാർ, സമരക്കാർ ഇന്ന് 102 സീറ്റുകളുമായി ഭരണത്തിൽ. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? പണ്ട് ഐസക് എന്തോ പറഞ്ഞു എന്നത് പരിചയമാക്കി നികുതി കുറയ്ക്കില്ലെന്ന്. ക്ഷേമ പെൻഷന്റെ പേരും പറഞ്ഞ് ജനത്തിന്റെ മണ്ടക്കടിച്ച് അധിക നികുതി പോലും കുറയ്ക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരോക്ഷ പ്രഖ്യാപനം. ആഗോള ക്രൂഡ് വില കുത്തനെ ഇടിഞ്ഞ് ബാരലിന് 50 രൂപയ്ക്കും താഴെ പോയ കാലമുണ്ട്. അന്നും അതിന്റെ ഗുണം പൊതുജനത്തിന് കിട്ടിയിട്ടില്ല. ഉടനെ അടിച്ചു കേന്ദ്രം. സ്പെഷ്യൽ നികുതികൾ ഖജാന പെരുക്കിയതാണ്, വില കുറയ്ക്കാതെ നിലനിർത്തിയതാണ്. അക്ഷരാർത്ഥത്തിൽ ജനത്തെ കൊള്ളയടി. ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് റോക്കറ്റ് പോലെ മേൽപോട്ടാണ് വില. ജനം കഷ്ടപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കെ അന്നത്തെ സർക്കാരിനോട് കണിശമായി ചോദിച്ച ചോദ്യം നടപ്പാക്കുമോ എന്നതാണ്. പറഞ്ഞ വാക്ക് പാലിക്കുമോ എന്നതാണ് ചോദ്യം. അതിന് ഐസക് എപ്പോഴോ പറഞ്ഞതല്ല മറുപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.